ഇപ്പൊ നമുക്ക് എപ്പോഴും ട്രെൻഡിനൊപ്പം നിൽക്കാന്നുള്ളതുണ്ടല്ലോ. അപ്പം വാട്ട് ആർ ദ റീസെന്റ് ട്രെൻഡ്സ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് പറയുകയാണെങ്കിൽ മിനിമലിസം. ഓക്കെ. ഇപ്പം എനി ലക്ഷറി പ്രോജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ പ്രോജക്റ്റ്, റിഗാർഡ്ലെസ് ദ സൈസ് ഓഫ് ദ പ്രോജക്റ്റ്, മിനിമലിസം ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഏറ്റവും മിനിമൽ ആയിട്ട് ഒരു സ്പേസ് എങ്ങനെ എലഗന്റ് ആക്കാം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സോ എല്ലാ ഡിസൈനേഴ്സും വർക്ക് ചെയ്യുന്നതും ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ്. ബിക്കോസ് പണ്ടത്തെ പോലെ ഒരു ചെറിയൊരു സ്പേസ് അതൊരു ഷോ വാളാക്കി എടുത്ത് അവിടെ കുറേ എലമെന്റ്സ് ഒക്കെ വെച്ച്, എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു എലമെന്റ് വെച്ച് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ, മോർ സ്പേസ്, ലെസ് എലമെന്റ് ആൻഡ് ലെസ് മെയിൻ്റെനൻസ്. ഇപ്പം ആൻഡ് ദി അതർ സൈഡ് നോക്കുകയാണെങ്കിൽ പോലും മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന NRIs ആയിരിക്കാം. അവർ പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് മേ ബി ഒരു 1 വീക്കോ 2 വീക്കിലേക്കായിരിക്കും അവർ വരുന്നത്. സോ വരുന്ന സമയം ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസിന് വേണ്ടി തന്നെ സമയം കളയുകയാണെങ്കിൽ ദേ ഹാവ് വെരി ലെസ് ടൈം ടു സ്പെൻഡ് വിത്ത് ദർ ഫാമിലീസ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ട് ഒരു സ്പേസ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രെൻഡ് ഇപ്പം. മിനിമലി, അതായത് ഇപ്പം മിനിമലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഐ തിങ്ക് അതായിരിക്കും കൂടുതൽ ഒരു പീസ്ഫുൾ ആയിട്ടും. എക്സാക്ട്ലി. നമുക്ക് മെയിൻ്റെനൻസിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട്, നമുക്ക് ഒരു വിസിബിളി ഒരു എസ്തെറ്റിക്കലി ഒരു ഭംഗി അപ്പീലിംഗ് കൊണ്ടുവരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് കോഴ്സ് കുറേ ഡിസൈൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം ടൈൽസിൽ നോക്കുകയാണെങ്കിൽ ടെറാസോ ടൈൽസ് വരുന്നുണ്ട്, ഓക്സൈഡ്സ് വരുന്നുണ്ട്. നമ്മൾ കുറേ കാലം മുന്നേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓക്സൈഡ്സ്, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് യൂസ് ചെയ്യേണ്ടിരുന്ന ഓക്സൈഡ്സ് ആണ് ഇപ്പം കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന. എപ്പോക്സീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പഴയ ഉണ്ടായി ഇപ്പം റാറ്റൻസ്, നമ്മൾ ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ ഡിസൈൻസും ഒരു കാലഘട്ടത്തിൽ കുറേ നാൾ ഭരിച്ചിരുന്ന ഒരു ഡിസൈനാണ് വീണ്ടും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്നതും. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു ടൈംലെസ് ഡിസൈനാണ്. നമ്മളിപ്പം ഇന്ന് ചെയ്യുന്ന ഡിസൈൻ മേ ബി ഒരു 10 years കഴിഞ്ഞാലും 20 years കഴിഞ്ഞാലും അത് ആക്ച്വലി ഒരു ടൈംലെസ്, അതൊരു ഡിസൈൻ, അല്ലെങ്കിൽ അത് എസ്തെറ്റിക്കലി അപ്പോഴും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരിക്കും. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം ഒരു ട്രഡീഷണൽ ടൈപ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് കൂടുതലും ക്ലയൻസും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കണ്ടംപററി മോഡേൺ ഡിസൈൻസ്, അതും ഇഷ്ടപ്പെടുന്ന ക്ലയൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം കറന്റ്ലി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ ട്രഡീഷണൽ ഇത് പറയുമ്പോൾ നമ്മൾ ചില കടകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവും, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര് മാറ്റിയിട്ട് ഇന്ന് യാദാമിന്റെ ചായക്കട അല്ലെങ്കിൽ അമ്മ വിലാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ഫീൽ ആൾക്കാർ കൂടുതൽ പോകും. അതേ ഒരു ട്രെൻഡ് ആണോ ശരിക്കും ഈ ഒരു ഇന്റീരിയർ? അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും നെയിം, ഇപ്പം പല ഫേംസിനും നെയിം ഇടുന്നതും ഒരു കാലഘട്ടത്തിന് പിന്നാലെ ഉള്ള ഒരു ടൈം ഒരു തന്നെയാണ് അവർ വെക്കുന്നത്. ആൻഡ് അവരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ലൈക്ക് ദേ ആർ ഇൻ ടു ലൈക്ക് ട്രഡീഷണൽ കാർപ്പൻട്രി വർക്ക്സ് ആൻഡ് അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന കമ്പനീസും കൂടി ആയിരിക്കാം. അങ്ങനെയുണ്ട്. നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് കണ്ടംപററി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്, ആൻഡ് കണ്ടംപററി ഡിസൈൻസ് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. ബട്ട് ട്രഡീഷണൽ എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഒരു ലൈക്ക് ആൾക്കാർക്ക് ഇപ്പൊ കൂടുതലും ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ട്രെൻഡായിട്ട് തന്നെ ഇപ്പം കറന്റ്ലി ഉള്ളത്. Like, subscribe and press bell button. Stay tuned for more videos.